ജീവിതത്തിൽ ഒരു ഗോളും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പരിഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നതിൽ ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മെൻ്റൽ മാസ്റ്റർബേഷൻ എന്ന് പറയും. നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ വെറുതെ ചിന്തിക്കും, വെറുതെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കും, വെറുതെ സ്വപ്നം കാണും, വിഷ്വലൈസ് ചെയ്യും. എന്നാൽ അതിനു വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യില്ല. ശരിക്കും ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രോത്തിന് 6 മേഖലകളായിട്ട് തിരിച്ചാൽ 6 മേഖലകളിൽ 10 ലക്ഷ്യങ്ങൾ വീതം നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമോ? അതായത് ഹെൽത്തിൻ്റെ ഏരിയയിൽ, ആരോഗ്യത്തിൻ്റെ ഏരിയയിൽ, അതിൽ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും നമ്മൾ പരിഗണിക്കണം. 2 വെൽത്ത്, സമ്പത്തിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ, കരിയർ, നമ്മുടെ തൊഴിലിൻ്റെ കാര്യത്തിൽ, ദെൻ സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിൽ, മൈൻഡ് സെറ്റ്. ഈ 6 മേഖലകളിലേക്ക് 10 ഗോൾ വീതം എഴുതി വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഗോൾ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു വിഷ്വലൈസേഷൻ മാത്രമല്ല, അവിടെ സെൽഫ് ഡിസിപ്ലിനും സ്ഥിരോത്സാഹവും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുക. അങ്ങനെ നമ്മൾ വളരെ സ്കെഡ്യൂൾ ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില ദിവസങ്ങൾക്ക് ഭയങ്കര മോശം ദിവസങ്ങളായിരിക്കും, ഒരു വർക്കും നടക്കില്ല. അങ്ങനെ വരുമ്പോഴും വിട്ടുകളയാതെ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നിരാശരാവാതെ അടുത്ത ദിവസം കുറച്ചുകൂടി നന്നായിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനൊരു ഉത്സാഹം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതേ സമയം നിങ്ങൾ എത്ര ഗോൾ അച്ചീവ് ചെയ്തു എന്നതിനുമപ്പുറം നിങ്ങളുടെ ഒരു അമേസിങ് ജേണിയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. തീർച്ച.